أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ ബിൻ അബ്ദുൽ അസീസ് ബലീല എന്ന് പറയുന്ന പണ്ഡിതനായിരുന്നു സംസാരിച്ചിരുന്നത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം അൽ യഖീൻ എന്നതാണ്. യഖീൻ എന്ന വിഷയം കേൾക്കുമ്പോൾ എളുപ്പമാണെങ്കിലും യഖീൻ വേണ്ടതുപോലെ ഉൾക്കൊള്ളേണ്ടതുപോലെ നാം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളെയും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിലാക്കി മാറ്റാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി മാറാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയതായ ഒരു നമ്മുടെ ഭാഷയിൽ സ്റ്റെയറിംഗ് ആണത്. നമ്മുടെ ജീവിതത്തെ ക്ലിപ്തപ്പെടുത്താൻ, കൃത്യനിഷ്ഠതയുള്ളതായ ജീവിതമാക്കി മാറ്റാൻ അത് നമുക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ് യഖീൻ. യഖീൻ ഇല്ലാത്തവന് അള്ളാഹുലുള്ള വിശ്വാസം കുറയുന്നതും അവൻ അള്ളാഹുലേക്ക് തവക്കുലാക്കുന്നതിൽ വീഴ്ച വരുന്നതും അവൻ്റെ വിശ്വാസത്തിൽ കോട്ടം തട്ടുന്നതും അവസാനം അവൻ അതിലൂടെ അപകടത്തിൽപ്പെട്ടു പോകുന്നതുമാണ്. അതേസമയത്ത് യഖീൻ വേണ്ടതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച രൂപത്തിൽ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്ന ഞാൻ ഓതിയതായ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ പരലോകത്തിൽ അവർ പട്ടാങ്കാക്കും, കെട്ടുറപ്പുള്ള വിശ്വാസികളായി മാറും. ആ രൂപത്തിലുള്ളതായ യഖീൻ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ശാരീരികമായി സമാധാനം, ആത്മീയമായി സമാധാനം, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമാധാനം, നമുക്ക് ഹൃദയത്തിൽ നല്ല രൂപത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസമുള്ളത് കാരണത്താൽ തന്നെ വരുന്നതായ പ്രയാസങ്ങളെയെല്ലാം പ്രയാസമായി കാണാതെ തന്നെ അതിനെ കൈയാളുവാനും അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാനും അതിൽ നമുക്ക് സുക്കൂൻ, അറബി ഭാഷയിൽ ശാന്തിയുള്ള സമാധാനമുള്ള ചുറ്റുപാടും അന്തരീക്ഷവുമാക്കി മാറ്റുവാനും യഖീൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് യഖീൻ എന്ന് പറഞ്ഞാൽ, അഥവാ കെട്ടുറപ്പുള്ള ദൃഢമായ വിശ്വാസം അള്ളാഹുവിൽ. പരലോകത്തിൽ നരകത്തെ കാണേണ്ടി വരും, സ്വർഗത്തെ കാണേണ്ടി വരും. അവിടെ അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി ഇവിടെ നിന്ന് പരിശ്രമിച്ചവർക്ക് മാത്രമേ അവിടെ രക്ഷയുള്ളൂ. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ നിന്നിട്ട് ഒലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്നല്ലാഹു പറഞ്ഞതായ അള്ളാഹുവിന്റെ മഖാം, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്നല്ലോ എന്നത് ഓർത്ത് അതിൽ കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണല്ലോ അവർക്ക് സ്വർഗവാഗ്ദാനം ലഭിക്കപ്പെട്ടത്. അവന്റെ ജീവിതം ആസകലം അവൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടുള്ളത് ജീവിതമാക്കി മാറ്റാൻ അവൻ അത് പ്രേരിപ്പിക്കും. ഇസ്ലാമീകരിക്കുവാനും തൗഹീദീകരിക്കുവാനും ഖുർആനീകരിക്കുവാനും സുന്നത്തീകരിക്കുവാനും അവന്റെ ജീവിതത്തിൽ ആസകലം അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലാക്കി മാറ്റുവാനും അതവനെ സഹായിക്കുന്നതാണ്. പരിപൂർണതയിലേക്ക് മക്ക ഇമാമ് പറയുന്ന രൂപത്തിൽ നമ്മുടെ റുതബുകൾ, നമ്മുടെ സ്റ്റാൻഡേർഡുകൾ അത് ഉയർന്ന കമാലിലേക്കെത്താൻ യഖീനാണ് മനുഷ്യനെ സഹായിക്കുക. അള്ളാഹുവിനെ പഠിക്കുന്നതിലും അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിലും അള്ളാഹുവിന്റെ ഔസാഫുകളെ, ആ പരിപൂർണത കുറിക്കുന്നതായ ഔസാഫുകളെ അതെല്ലാം നാം പഠിക്കേണ്ടതുപോലെ പഠിച്ച്, ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ച്, അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ളതായ കെട്ടുറപ്പുള്ള വിശ്വാസം, പരലോകത്തിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം, എന്നതിലേക്കുള്ളതായ തയ്യാറെടുപ്പും ഒരുക്കവും ഇതെല്ലാം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത രീതി തന്നെ മാറുന്നതും മഹാത്മാക്കളാകുന്ന സാലിഹ്യങ്ങൾ സ്വർഗത്തിന് വേണ്ടി ഓടിച്ചാടി നടന്നതും അതിനുവേണ്ടി മനക്കെട്ടതും അവർ കഴുത്തു മുറിച്ചത് കൊടുത്തതും ഈ ഞാൻ സംസാരിക്കുന്ന ഈ മദീനയിൽ വെച്ചിട്ട് നമ്മുടെ നേതാക്കളായ ചേതാക്കളായ
ആ മഹാത്മാക്കളായ സഹാബാക്കളും അവരുടെ ശേഷം ജീവിച്ചതായ താബിഈങ്ങളും തബഉ താബിഈങ്ങളുമെല്ലാം അവര് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് പോർക്കളങ്ങളിലും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് സുജൂദ് ചെയ്യേണ്ടതായ സന്ദർഭങ്ങളിൽ അവിടെയും, നമസ്കാര സന്ദർഭങ്ങളിൽ അവിടെയും, പള്ളികളിൽ അവിടെയും, എവിടെയെല്ലാം അവരുടെ സാന്നിധ്യം ആവശ്യമുണ്ട് അവിടെയെല്ലാം അവർ ഉണ്ടാവേണ്ടതുപോലെ ഉണ്ടാവാൻ പരിശ്രമിച്ചതായിട്ട് നാം കാണുന്നതാണ്. കഴുത്തു മുറിച്ചു കൊടുക്കേണ്ട സന്ദർഭത്തിൽ കഴുത്തു മുറിച്ചു കൊടുത്തവരെ നാം കണ്ടു. അതുപോലെ തന്നെ ശരീരത്തെ ആഹൂതി ചെയ്യുന്നവരെയും നാം കണ്ടു. അള്ളാഹുവിന് വേണ്ടി എല്ലാം അർപ്പിക്കുന്നവരെ നാം കണ്ടു. അതെല്ലാം നാം ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതായ ഒരു പച്ചപരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ്. അത് യഥാർത്ഥത്തിൽ യഖീനിൽ കൂടിയാണ് വരുന്നത്. യഖീനില്ലെങ്കിൽ അത് ഉണ്ടാകുന്നതും അല്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവസരത്തിൽ അബൂ ഹുറൈറയ്ക്ക് റസൂലുള്ളാഹിയുടെ ചെരുപ്പ് കൊടുക്കുകയും അദ്ദേഹത്തോട് ഈ ചുമരിന്റെ ഈ മതിൽക്കെട്ടിന്റെ ശേഷം നിങ്ങൾ കാണുന്നവരോടെല്ലാം സന്തോഷവാർത്ത നൽകുക. എന്താണ് സന്തോഷവാർത്ത? മൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നത് ഒരാള് സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ, അതിൽ കട്ടുറപ്പുള്ള വിശ്വാസം അവനിൽ ഉണ്ടാവുകയാണെങ്കിൽ, മുസ്തൈഖിനൻ ബിഹി ഖൽബ എന്നാണ് റസൂൽ പറഞ്ഞത്. മുസ്തൈഖിനൻ ബിഹി ഖൽബ, കെട്ടുറപ്പുള്ള ഈമാൻ, യഖീൻ അവനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, യഖീൻ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നാം കേൾക്കാൻ പോകുന്നത് പോലെ ആ യഖീനാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള യഖീൻ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു റസൂല് സന്തോഷവാർത്ത വഹയിലൂടെ ചൂടാറുന്നതിന് മുമ്പ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അബൂ ഹുറൈറയെ ഏൽപ്പിച്ചതാണ്. ഫബശ്ശിർഹു ബിൽ ജന്ന, അവനോട് സ്വർഗ സന്തോഷവാർത്ത നൽകുക എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നിങ്ങൾ കേട്ടത്. അതെ, അപ്പോൾ യഖീൻ ഉണ്ടാവേണ്ടതുപോലെ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ആധാറുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ആധാറുകളുടെ ഇനങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ നമസ്കാരം കൃത്യമായി ഖുശൂഅോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം നാം അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന്. അപ്പോൾ ഇഹ്സാനി എന്ന ഗ്രേഡിലേക്ക് എത്താൻ യഖീനുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. യഖീനില്ലാത്തവർക്ക് ഇഹ്സാനിലേക്ക് എത്താൻ സാധിക്കുന്നതല്ല. ആ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻതഅബുദല്ലാഹ കഅന്നക തറ, അള്ളാഹുവിനെ നീ ആരാധിക്കുക, നീ അള്ളാഹുവിനെ കാണും പോലെ, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന യഖീൻ നിന്നിലുണ്ടാവണം. വഇല്ലം തകുൻ തറ, നീ അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിൽ ഫഇന്നഹു യറാക്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ആ ഇഹ്സാനി എന്ന ഗ്രേഡിലേക്ക് ഒരാൾ എത്തൽ എപ്പോഴാണ്? യഖീൻ ഉണ്ടായി കഴിഞ്ഞാലാണ്. അതെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മീതെ കയറി അവർ ഖുതുബ ഓതുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പൊട്ടി കരഞ്ഞുകൊണ്ട് ഖുതുബ ഓതുകയാണ്. എന്നിട്ട് ആ ഖുതുബയിൽ അവർ പറയുകയുണ്ടായി, ഇസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവിനോട് നിങ്ങൾ മാഫിനെ അപേക്ഷിക്കുകയും ആഫിയത്തിനെ തേടുകയും ചെയ്യുക. എന്തുകൊണ്ട്? ഫഇന്ന അഹദം ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ, ആഫിയത്തിനേക്കാൾ ഖൈറായതായ ഒന്ന് അവന് ഭൂമിയിലോ പരലോകത്തിലോ ലഭിക്കപ്പെടുന്നതല്ല, യഖീനിലൂടെ ലഭിക്കപ്പെടുന്നത് പോലെ. ഒരാൾ യഖീന് അദ്ദേഹത്തിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി ആഫിയത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ദുനിയാവിലും അമ്രാളുകളിൽ നിന്നിട്ടുള്ള ആഫിയത്ത്, അല്ലെങ്കിൽ അത് ഇബ്തില ആണെങ്കിൽ അതിൽ ക്ഷമ കൈക്കൊള്ളാനുള്ളതായ ആഫിയത്ത്, പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും ആഫിയത്ത് അവന് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസും അതിനവർ ഹസനാക്കിയതായിട്ട് കാണുന്നതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ യഖീനിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് റസൂൽ ആ ശൈലി ഉപയോഗിച്ചത്. ആ ശൈലി തന്നെയാണ് റസൂലുള്ളാഹിയുടെ ഈ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് മക്ക ഇമാമ് അവരുടെ ഖുതുബയുടെ തുടക്കത്തിൽ തന്നെ ഊന്നി പറഞ്ഞത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യഖീൻ എന്ന് പറഞ്ഞാൽ അതാണ് അൽ ഈമാനു കുല്ലു, മുഴുവനും ഈമാൻ അതാണ്. അഥവാ ഈമാൻ മുഴുവനും അത് യഖീനിലാണ് സ്ഥിതി ചെയ്യുന്നത്. യഖീനില്ലാത്തവൻ ഈമാനില്ല എന്ന അർത്ഥത്തിലേക്ക്. അതെ, അബൂബക്കർ വറാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യഖീൻ എന്ന് പറഞ്ഞാൽ അത് മലാക്കുൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തിന്റെ രാജാവാണ്. ആ യഖീൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം പിടിച്ചെടുത്ത് നിൽക്കും, അതിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത് സ്റ്റെയറിംഗ് ആണ്, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും യഖീൻ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ യക്കുശക്കുണ്ടായി കഴിഞ്ഞാൽ, യക്കുശക്കുണ്ടാകുമ്പോഴാണ് അപകടത്തിൽപ്പെടുന്നത്. യക്കുശക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈമാന് തന്നെ ചിലപ്പോൾ സംഭവിക്കാതിരിക്കട്ടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.
മഹാനായ ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യഖീൻ എന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്, യഖീനിലൂടെ നരകത്തിലിട്ട് മോചിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യഖീൻ എന്ന് പറഞ്ഞാൽ മക്ക ഇമാം വിശദീകരിക്കുകയുണ്ടായി, ആ യഖീൻ കൊണ്ടുണ്ടാകുന്നതായ തഅ്സീർ, അതുകൊണ്ട് ഉണ്ടാകുന്നതായ ഫലം നമ്മുടെ ജീവിതത്തിൽ ഫറായിദുകളെല്ലാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് നിറവേറ്റാൻ നമ്മെ അത് സഹായിക്കും. തെറ്റായ കാര്യങ്ങളെല്ലാം ആ യഖീൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് ദൂരപ്പെടുത്താൻ നമ്മെ അത് സഹായിക്കും. എന്ത് അപകടങ്ങൾ വരുമ്പോൾ, എന്ത് പ്രയാസങ്ങൾ വരുമ്പോൾ, എന്ത് ഇബ്തിലാഅത്തുകൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവിടെയെല്ലാം ക്ഷമ കൈക്കൊള്ളാൻ നമ്മെ യഖീൻ സഹായിക്കും. അതെ, ഈ പറയുന്നതായ യഖീന് എന്റെ ഓർമ്മയിൽ വരികയാണ്. നമ്മുടെ നാട്ടിലൊക്കെ യഖീൻ എന്ന് പറഞ്ഞാൽ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന് പണ്ടൊരിക്കൽ ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ട് നമസ്കാരം ഒഴിവാക്കിയതായ രംഗത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയുകയുണ്ടായി. അത് അമിത സൂഫിസത്തിന്റെ ഉടമകളുടെ യഖീനാണ്. ആ യഖീനല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. പല സംഘടനയും യഖീനിന്റെ പേരും പറഞ്ഞുകൊണ്ട് നമുക്ക് അള്ളാഹുവിൽ കെട്ടുറപ്പുള്ള വിശ്വാസമുണ്ട്, നാം ഈ തിന്നുന്ന ഭക്ഷണം അള്ളാഹുവിന്റേതാണെന്ന് വിശ്വാസമുണ്ട്, നാം ഈ കഴിക്കുന്ന വെള്ളം അള്ളാഹുവിന്റേതാണെന്ന് വിശ്വാസമുണ്ട്, എല്ലാറ്റിലും, എല്ലാ ഭൂമിയിലുള്ള എല്ലാറ്റിലും അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാവലാണ്. ആ വിശ്വാസം അത് വ്യാപകമാക്കി അത് നമ്മുടെ ഹൃദയത്തിൽ കെട്ടുറപ്പുള്ള വിശ്വാസമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കഴിഞ്ഞു. അഥവാ ഫറായിലുകൾ, വാജിബാത്തുകൾ, നിർബന്ധ കൽപ്പനകൾ ഒഴിവാക്കാനുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ സാധിക്കുമെന്ന് അമിത സൂഫിസത്തിന്റെ ഉടമകളിൽ നിന്നിട്ട് ചിലർക്ക് വിശ്വാസമുണ്ട്. ആ രൂപത്തിലുള്ളതായ കൃത്രിമ യഖീനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഇസ്ലാം കൽപ്പിക്കാത്ത യഖീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അലീമിൽ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന വാക്കുകൊണ്ട് വിവക്ഷ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് മരണമാസന്നമാകുന്നത് വരെ എന്നതാണ്. എന്നല്ലാതെ നിന്റെ ഹൃദയത്തിൽ കെട്ടുറപ്പുള്ള വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം നിന്നിലില്ല. നിനക്ക് ജദ്ബിന്റെ ഹാലത്ത് വന്നിട്ട് ഹാലത്ത് അവർ പറയുന്നുണ്ട്. ആ ഹാലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമസ്കരിക്കേണ്ടതില്ല. ഒരാള് അള്ളാഹുലേക്ക് അടുത്ത് കഴിഞ്ഞാൽ അവരുടെ ഭാഷയിൽ അവൻ വലിയായി കഴിഞ്ഞാൽ പിന്നെ ജദ്ബിന്റെ ഹാലത്തിലേക്ക് എത്തും. ജദ്ബിന്റെ ഹാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമസ്കാരമില്ല. അവർക്ക് ഫറായിദുകളൊക്കെ ഉയർത്തപ്പെടും, തക്ലീഫുകളൊക്കെ ഉയർത്തപ്പെടും എന്ന അന്ധവിശ്വാസം പേര് നടന്നുകൊണ്ട് പാമരന്മാരായ ജനങ്ങളെ വഞ്ചിക്കുന്നവരെ നാം കാണാം. ലോകത്തിൽ പലയിടങ്ങളിലും അങ്ങനെയുള്ളവർ വ്യാപകമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ആ യഖീനല്ല ഇവിടെ പറയുന്നത്, അത് അന്ധവിശ്വാസമാണ്. ഒരാള് ജദ്ബിന്റെ ഹാലത്തിലേക്ക് എത്തിക്കഴിയുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അവന് ഭ്രാന്തനാണ്, അവനെ കുതിരവട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ടവനാണ്. എന്നല്ലാതെ അവൻ യഥാർത്ഥത്തിൽ ദീനുമായി, ഇസ്ലാമുമായി, വിലായത്തുമായി ബന്ധമുള്ള ആളല്ലേ അല്ല എന്നത് ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. ഇത് കേരളീയർക്ക് വേണ്ടിയിട്ട് എന്റെ വകയിലുള്ളതായ വിശദീകരണമാണ് മക്ക ഇമാം യഖീൻ പറഞ്ഞപ്പോൾ. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും യഖീനുള്ളവർ ലോകത്തിലില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അനാ തഖാകും ലില്ലാ, നിങ്ങൾ എന്നിട്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ഏറ്റവും കൂടുതൽ അള്ളാഹുവിൽ യഖീനുള്ള കെട്ടുറപ്പുള്ള വ്യക്തി അത് ഞാനാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെയുള്ളതായ യഖീനിന്റെ ഉടമയായ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഫർളായ ഒരു നമസ്കാരം പോലും സഹാബാക്കൾ കാണാതെ നമസ്കരിച്ചിട്ടില്ല. സഹാബാക്കൾ അറിയാതെയും കാണാതെയും നമസ്കരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ജനങ്ങൾ കണ്ടുകൊണ്ട് ജമാഅത്തായിട്ട് ഇമാമത്ത് നിന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുള്ളത്. അവര് മരണശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്നതായ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവർ തനിച്ച് വീട്ടിൽ നമസ്കരിച്ചത്. അല്ലാതെ ഫർള് നമസ്കാരം മാസകലം ജീവിതത്തിൽ നമസ്കാരം ഫർളായതിന്റെ ശേഷം ജനങ്ങൾ കണ്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു വിലായത്തിൽ ഇന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കഴിഞ്ഞു, ജദ്ബിന്റെ ഹാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നമസ്കരിക്കുന്ന കാണുകയില്ല എന്നും, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നമസ്കരിക്കുന്നില്ല, മക്കയിലാണ് നമസ്കരിക്കാറുള്ളത് എന്നൊക്കെ പറയുന്നതായ വിഡ്ഢിത്തം അത് അനിസ്ലാമികത്വമാണ്. അത് അമിത സൂഫിസത്തിന്റെ ഉടമകൾ ഇസ്ലാം ഒഴിവാക്കുവാനും കള്ളുകുടിച്ച് കഞ്ചാവ് തന്ന് തോന്നിവാസം ചെയ്ത് വ്യഭിചരിച്ച് ജനങ്ങളുടെ മുമ്പിൽ നല്ലവരായി അഭിനയിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു വിഭാഗം 4ാം നൂറ്റാണ്ട് മുതലേ ഉടലെടുത്തതായ അനിസ്ലാമിക തരീഖത്തിന്റെ ഉടമകൾ നിന്നിട്ട് ഉത്ഭവിച്ചതായ പഴച്ച ചിന്താഗതിയിൽ നിന്നിട്ട് ഉത്ഭവിച്ചതായ ഒന്നാണത്. അത് ആ യഖീനല്ല ഇവിടെ മക്ക ഇമാം വിശദീകരിക്കുന്നത്. ഇവിടെ അൽ യഖീനു ബില്ലാ അത് അമലിൽ പ്രകടമാവേണ്ടതാണ് എന്നതാണ് മക്ക ഇമാം ഊന്നി പറഞ്ഞത്. അതെ, അമലിൽ പ്രകടമാവണം ആദ്യമായിട്ട്. അഥവാ നമ്മുടെ പ്രവർത്തനത്തിൽ 5 വക്ത് നമസ്കാരം കൃത്യമായിട്ട്, പ്രത്യേകിച്ച് സുബഹ് നമസ്കാരം അതിന്റെ ജമാഅത്തായിട്ട് പള്ളിയിലേക്ക് തന്നെ പുരുഷന്മാർ എത്തണം, നിർബന്ധമായി എത്തണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മർദാത്ത് നേടിയെടുക്കാൻ അള്ളാഹ് ചെയ്യുന്ന സർവ്വതിലും പ്രീതി അടയുക എന്നതുണ്ടാവണം. അത് യഖീൻ കൊണ്ടുണ്ടാകുന്ന നതീജകളാണ്. അതുപോലെ തന്നെ മുജാഹദത്തുൻ നഫ്സ്,
നമ്മുടെ നഫ്സിനോട് നാം പോരാടണം, നാം മത്സരിക്കണം. എന്താണത്? നമ്മുടെ ശത്രുവാണ് നമ്മുടെ നഫ്സ്. നാം അതിനെ യഖീൻ എനിക്ക് പെടുത്തിയിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് അനുസരിച്ച് രൂപത്തിലാക്കിയിട്ട് ഇല്ലെങ്കിൽ, ഞാൻ സാധാരണ ചെല്ലാറുള്ള പദ്യമുണ്ടല്ലോ, ഇന്നി ബുലീതു ബി അർബഇൻ, 4 കാര്യങ്ങളിലൂടെ എന്നെ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. മാ സുല്ലിതു ഇല്ലാ ലി അജലി ശഖാവതി വ അനായി. ആ 4 കാര്യം, ആ കാര്യത്തിലൂടെ എന്നെ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, പരിശോധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്റെ അപകടം അതിലൂടെയാണ് സംഭവിച്ചത്, എന്റെ ശഖാവത്ത് പരാജയം അതിലൂടെയാണ് സംഭവിച്ചത്. അതെന്തൊക്കെയാണ്? ഒന്നാമത്തത് ഇബ്ലീസ്. യഖീനില്ലാതിരിക്കുമ്പോൾ ഇബ്ലീസ് കയറിക്കൂടും. യഖീനുള്ളവന്റെ അടുക്കലേക്ക് ഇബ്ലീസ് വരൂല. അതുപോലെ തന്നെ ദുനിയാവിലുള്ളതായ അമിതമായ ബന്ധം, ദുനിയാവിലുള്ളതായ അമിതമായ സ്നേഹം, വനഫ്സി എന്റെ ദേഹേച്ഛ, വൽ ഹവ അതുപോലെ തന്നെ എന്റെ ഹവ. ഇത് 4 എന്റെ നഫ്സ്, എന്റെ ശരീരം, വൽ ഹവ ദേഹേച്ഛ, അങ്ങനെയുള്ളതായ 4 എന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അതിലൂടെയാണ് ഞാൻ പരാജയപ്പെട്ടത്. ഈ പദ്യം ആർക്കുള്ളതാണ്? യഖീനില്ലാത്തവർക്ക്. യഖീനുള്ളവർക്ക് ഈ 4 കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൈഫൽ ഖലാസ് വ കുല്ലുഹും അഅദാഇ എന്ന് കവി പാടിയത് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? ഇവരൊക്കെ എന്റെ ശത്രുക്കളാണല്ലോ എന്ന് പറഞ്ഞതായ ആ ശത്രുത നമുക്ക് ഇവരിൽ നിന്നിട്ട് കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ്? നമ്മളിൽ യഖീനില്ലെങ്കിലാണ്. യഖീനുണ്ടെങ്കിലോ പൈശാചിക ശല്യം വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്, നിനക്ക് വല്ല രൂപത്തിലും പൈശാചിക ശല്യം തട്ടുമെന്ന് പേടി വരികയാണെങ്കിൽ, ഒരു അന്യ സ്ത്രീയെ കാണാനോ അല്ലെങ്കിൽ വേറെ അശ്ലീലം വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക മാധ്യമങ്ങളിൽ കൂടിയോ കാണാനോ ഉള്ളതായ ചാൻസ് കിട്ടുമ്പോൾ ഉടനെ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ രക്ഷിക്കും. അതിൽ നിന്നിട്ട് വിട്ടു നിൽക്കാൻ അവൻ അള്ളാഹു സഹായിക്കും. അള്ളാഹുവിന് സഹായം അവിടെ ലഭിക്കും. പിശാച് അവിടെ ഓടും. അങ്ങനെയുള്ളതായ യഖീൻ ഉണ്ടാവണം നമ്മുടെ കൂടെ എന്നതാണ് മക്ക ഇമാം പറഞ്ഞത്. ആ യഖീൻ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് സത്യവിശ്വാസികൾക്ക്, യഖീനുള്ളവർക്ക്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം ലോകമേ, അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് ഹൃദയത്തിന് ശാന്തി ഉണ്ടാവുക, ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുക. അപ്പോൾ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കിയെടുക്കാൻ സത്യവിശ്വാസികൾക്ക്, കെട്ടുറപ്പുള്ള വിശ്വാസികൾക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുക എന്നതായ ആ പരാക്രമം ഇന്ന് ലോകത്തിൽ വ്യാപകമാകുന്നത് മുസ്ലിങ്ങളല്ലാത്തവരിൽ ബഹുഭൂരിപക്ഷം. എന്തുകൊണ്ട്? അവർക്ക് അള്ളാഹുൽ വിശ്വാസമില്ല, അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല, അവർക്ക് ഈമാനില്ല, അള്ളാഹുവിൽ പരലോകത്തിൽ ഈമാനില്ല. അപ്പോൾ മുഅ്മിനീങ്ങളുടെ സ്വഭാവം, അവരുടെ ഈമാൻ അവരെന്ത് ചെയ്യും? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കലുകൊണ്ട് അവർക്ക് ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ വടക്ക് ചിന്താദികൾ നിന്നിട്ട് ശരീരത്തെ ആത്മഹത്യ ചെയ്യുക പോലത്തതായ അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ അത് അവരെ സഹായിക്കുന്നതാണ്, സത്യവിശ്വാസികളെ സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും. അതെ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ലാ യത്തിമു സലാഹുൽ അബ്ദി ഫിദ്ദാറൈനി ഇല്ലാ ബിൽ യഖീനി വൽ ആഫിയ. ഇഹലോകത്തിലാവട്ടെ പരലോകത്തിലാവട്ടെ ഒരു മനുഷ്യന്, ഒരു അടിമക്ക്, സത്യവിശ്വാസികൾക്ക് അവന് നന്നായി ജീവിതം നയിക്കാൻ സാധിക്കുന്നതല്ല ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ യഖീനിലൂടെയല്ലാതെ ആഫിയത്തിലൂടെ അല്ലാതെ. എന്താണ് അതിന്റെ വിശദീകരണം? മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫൽ യഖീനു തദ്ഫഉ അനിൽ അബ്ദി ഉഖൂബത്തൽ ആഖിറ. അടിമയെ തൊട്ട് അവനിൽ യഖീൻ ഉണ്ടായി കഴിഞ്ഞാൽ പരലോകത്തിൽ വരാൻ പോകുന്നതായ ശിക്ഷയിൽ നിന്നിട്ട് മോചിക്കാൻ അതിലൂടെ അവന് സാധിക്കുന്നു. വൽ ആഫിയത്തു, ആഫിയത്ത് അവന്റെ ശരീരത്തെ തൊട്ട് ഭൗതികമായി വരുന്നതായ രോഗത്തിൽ നിന്നിട്ട് സുഖപ്പെടുത്താൻ, സുഖമുണ്ടാവാൻ അവന് സാധിക്കുന്നു, ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നു ആഫിയത്ത് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഈ 2 നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം. ആഫിയത്തിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, യഖീനിന് വേണ്ടി നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളോട് ഉപദേശിച്ചത്. അപ്പോൾ യഖീൻ എന്ന് പറയുന്നതായ മക്ക ഇമാം ഇന്ന് ചർച്ച ചെയ്തതായ ആ കെട്ടുറപ്പുള്ള വിശ്വാസം നമുക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്, പുരോഗമിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു പറയുന്നു ഖുർആനിൽ, വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. ആകാശത്തിലും ഭൂമിയിലും എത്ര ദൃഷ്ടാന്തങ്ങൾ കൂടി അവർ വിട്ടുകിടക്കുകയാണ്. ആ ദൃഷ്ടാന്തങ്ങളിലൂടെ അവര്
വേണ്ടതുപോലെ അവര് പാഠം പഠിക്കുന്നില്ല. അതിൽ നിന്നിട്ട് അവര് പിന്തിരിഞ്ഞു കളയുകയാണ്. യുദബ്ബിറുൽ അംറ യുഫസ്സിലുൽ ആയാതി ലഅല്ലക്കും ബിലിഖാഇ റബ്ബിക്കും തൂഖിനൂൻ. അവനിവിടെ തദ്ബീർ ചെയ്യുന്നതും അവൻ ആയാത്തുകളെ വ്യാപകമാക്കുന്നതും ആ ദൃഷ്ടാന്തങ്ങളിലൂടെ അവന് ഈഖാൻ ഉണ്ടാവാൻ വേണ്ടിയാണ്, യഖീൻ ഉണ്ടാവാൻ വേണ്ടിയാണ്, കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നാം നമ്മുടെ മുമ്പിൽ വിട്ടുകടന്ന് എന്ത് സൂര്യഗ്രഹണം. അത് അറബ് രാഷ്ട്രത്തിൽ ആ സകലവും, ഏകദേശം ഗൾഫ് രാഷ്ട്രത്തിലൊക്കെ വ്യാപകമായി, ലോകത്തിൽ പലയിടങ്ങളിലും അത് വ്യാപകമായിരുന്നു. അത് ചില സ്ഥലങ്ങളിലൊക്കെ മണിക്കൂറുകൾ വിട്ടുകടന്നിരുന്നു. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒമാൻ റുസ്ലുൽ ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മദീന ഇമാം സൂറത്ത് ഇസ്രാ തന്നെ മസ്ജിദ് നബവിയിൽ വെച്ചിട്ട് കുസൂഫിന് വേണ്ടിയുള്ള നമസ്കരിച്ചപ്പോൾ ഓതിയതായിട്ട് പങ്കെടുത്തവർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ആ സൂറത്തിലാണ് ഉള്ളത്. ആയാത്തുകൾ അല്ലാഹു എന്തിനാണ് അയക്കുന്നത്? തഖ്വീഫിന് വേണ്ടിയാണ്, പേടിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പേടിക്കാൻ മാത്രം അതിലുണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ. അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കെട്ടുറപ്പുള്ള ഈമാനുള്ള വിശ്വാസമുള്ളവർക്കാണ് ദൃഷ്ടാന്തങ്ങളിലൂടെ അവന്റെ ഈമാനിനെ വളർത്തിയെടുക്കാൻ സാധിക്കുക. അതാ ബസായിറു ലിന്നാസി വഹുദൻ വറഹ്മത്തുൻ ലിഖൗമി യൂഖിനൂൻ എന്ന് മറ്റൊരിടത്ത് അള്ളാഹു പറയുകയാണ്. ഇത് ജനങ്ങൾക്ക് ധാരാളം പാഠം പഠിക്കാനുള്ളതാണ്. ഇത് സന്മാർഗമാണ്, ഇത് അനുഗ്രഹമാണ്. ആർക്കാണ് ഈ ഖുർആൻ അനുഗ്രഹം? ആർക്കാണ് ഈ സന്മാർഗം അനുഗ്രഹമായി മാറുക? അത് മുഖ്മിനീങ്ങൾക്കാണ്, മുത്തഖീങ്ങൾക്കാണ്, അള്ളാഹുൽ കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളവർക്കാണ്. അതെ, സാഹിബുൽ യഖീനിന്റെ പ്രത്യേകത മക്ക ഇമാമ തുടരുന്നു. തവക്കുൽ അവനിൽ വർദ്ധിക്കും. അവനിൽ എല്ലാം അള്ളാഹുലേക്ക് പരമേൽപ്പിക്കാൻ അതിലൂടെ സാധിക്കും. ക്ഷമ കൈക്കൊള്ളാൻ അവന് സാധിക്കും. അവന്റെ സർവ്വ പ്രശ്നങ്ങളിലും അവന് അള്ളാഹുലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളത് കൊണ്ട്, ഞാൻ എന്റെ ഭാഷയിൽ പറയും പോലെ, മല പോലെ വരുന്നത് മഞ്ഞുപോലെയാക്കി മാറ്റാൻ അവൻ അത് സഹായിക്കും. അള്ളാഹുവിന്റെ ഖദാഇലും ഖദറിലും അവന് കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വരുന്നതായ പരീക്ഷണങ്ങളിലെല്ലാം, ആ പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ കെട്ടുറപ്പുള്ള വിശ്വാസം അവനെ ആ പരീക്ഷണത്തിൽ അവൻ വടക്ക് വാക്ക് പറയാതെയും അള്ളാഹുലുള്ള വിശ്വാസത്തിന് കോട്ടം തട്ടുന്നതായ പദപ്രയോഗങ്ങൾ നടത്താതെയും അവന്റെ ഈമാനിനെ സംരക്ഷിക്കാൻ, വിശ്വാസത്തെ സംരക്ഷിക്കാൻ അതിലൂടെ അവന് സാധിക്കും. അതെ, കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ഏറ്റവും അഫ്ഖറുന്നാസ് ആണെങ്കിലും, അഥവാ ഇവിടെ ദാരിദ്ര്യനായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അവൻ അഗ്നന്നാസ്, ഏറ്റവും ഐശ്വര്യവാനായിട്ടാണ് അവന്റെ ജീവിതം അവൻ ഇവിടെ നയിക്കാൻ സാധിക്കുക. കാരണം അവൻ അള്ളാഹുൽ കെട്ടുറപ്പുള്ള വിശ്വാസമുണ്ട് എന്നത് തന്നെയാണ് അതിന് കാരണം. നേരെ മറിച്ച് മക്ക ഇമാമ തുടർന്നു, അള്ളാഹു അല്ലാത്ത ശിട്ടികളിലേക്ക് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നീങ്ങുന്ന വിഭാഗം അവൻ അപകടത്തിലും നിന്ദ്യതയിലേക്കാണ് പെടുക. എന്റെ ഓർമ്മയിൽ വരികയാണ്, ഒരു സഹോദരൻ നമ്മുടെ ക്ലാസ്സിലേക്ക് ഏതൊരു കാലഘട്ടത്തിൽ വന്നപ്പോൾ അദ്ദേഹം ക്ലാസ്സിലേക്ക് വന്ന സന്ദർഭത്തിൽ പറയുകയുണ്ടായി, മൗലവി, കേരളത്തിലുണ്ടായിരുന്ന കാലത്തിൽ ഞാൻ സത്യമേതാണെന്ന് അറിയാത്ത കാരണത്താൽ, അള്ളാഹുവിലേക്ക് കെട്ടുറപ്പുള്ള വിശ്വാസം അള്ളാഹുവിൽ ഇല്ലാത്തത് കാരണത്താൽ ശിട്ടികളിലേക്ക്, ഔലിയാക്കന്മാരെന്ന പേരിലോ കബറാളികൾ എന്ന പേരിലോ മറ്റോ പല പേരിലും അവരിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കേരളത്തിലുള്ള കബറുകൾ മാത്രമല്ല, മദ്രാസിലുള്ള കബറുകൾ, അപ്രകാരം തന്നെ ബോംബെയിലുള്ള കബറുകൾ, അതുപോലെ തന്നെ അജ്മീറിലുള്ള കബറുകൾ, അവിടെയെല്ലാം കറങ്ങി എന്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ല. അവസാനം തൗഹീദിലേക്ക് എത്താൻ എനിക്ക് അല്ലാഹു ഭാഗ്യം നൽകി, യഖീനിലേക്ക് എത്താൻ ഭാഗ്യം നൽകി. അങ്ങനെ ഈ വിശുദ്ധ ഭൂമിയിലേക്ക് വന്നതിന്റെ ശേഷം എനിക്ക് ശരിക്ക് തൗഹീദ് ഉൾക്കൊള്ളാൻ ചാൻസ് കിട്ടിയതിന്റെ ശേഷം ഞാനിപ്പോൾ നിറഞ്ഞ ഐശ്വര്യമുള്ള വ്യക്തിയാണ്. എനിക്ക് എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും എനിക്ക് പ്രയാസങ്ങളൊക്കെ ദൂരപ്പെടുത്താൻ അതിലൂടെ സാധിക്കുകയും എനിക്ക് ഐശ്വര്യവാനായി ജീവിക്കാൻ സാധിക്കുകയും എനിക്ക് വലിയ കാശില്ലെങ്കിലും എന്റെ പ്രയാസങ്ങൾ ദൂരപ്പെടാൻ അതിലൂടെ സാധിച്ചു. ഹൃദയത്തിലുള്ള പ്രയാസം മാറലാണ് ഏറ്റവും വലിയ പ്രയാസം മാറുക എന്നത്. ഏറ്റവും വലിയ സമാധാനവും ശാന്തിയും ഉണ്ടാവൽ അത് ഹൃദയത്തിലുള്ളതായ പ്രയാസം മാറലാണ്. ആ ഹൃദയ പ്രയാസം അള്ളാഹുലുള്ളതായ ടച്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറാനും സാധിക്കുന്നതാണ്, മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ്. മഹാനായ സഹൽ ഇബ്നു അബ്ദുള്ള പറയുകയാണ്, ഒരു മനുഷ്യൻ യഖീൻ അവനെ തീണ്ടിയിട്ടില്ലെങ്കിൽ സ്വർഗം അവനെ തീണ്ടൂല. യഖീൻ തീണ്ടിയിട്ടില്ലെങ്കിൽ സ്വർഗം തീണ്ടൂല. അഥവാ യഖീൻ ഇല്ലാത്തവൻ, അള്ളാഹുലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസമില്ലാത്തവന് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നതല്ല. എന്തുകൊണ്ട്? യഖീൻ ഇല്ലാത്തവൻ അള്ളാഹു അല്ലാത്തവരിലേക്കായിരിക്കും അവൻ പ്രശ്നപരാത്തിന് വേണ്ടി ചെല്ലുക. അത് കാരണത്താൽ തീർച്ചയായിട്ടും അവന് സ്വർഗത്തിലേക്ക് എത്തുന്നതിന് പകരം നരകത്തിലേക്കാണ് എത്താൻ സാധിക്കുക എന്ന് മഹാനായ സഹൽ ഇബ്നു അബ്ദുള്ള പറഞ്ഞതായി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് മക്ക ഇമാം ഉദ്ധരിച്ചതായിട്ട് കാണാം. അപ്പോൾ
അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. മക്ക ഇമാമിന്റെ നീണ്ട വിഷയമാണ്, പക്ഷെ ഞാൻ ഷോർട്ടാക്കുന്നു. നമുക്ക് മദീന ഇമാമിന്റെ ഖുതുബയും ശേഷിക്കുന്നുണ്ട്. മക്ക ഇമാം അവസാനമായി പറഞ്ഞത് എന്താണ്? നാം നമ്മുടെ വിശ്വാസത്തെ കെട്ടുറപ്പുള്ള വിശ്വാസമാക്കി മാറ്റുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന്റെ നേരെ വിപരീതമാകുന്ന ഒന്നുണ്ട്. അതെന്താണ്? യഖീനിന്റെ വിപരീതം ഷക്കാണ്. ആ ഷക്കിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടി നാം പാടുപെടണം. ഷക്ക് റൈബ് എന്നത് അറബി ഭാഷയിൽ പറയുന്ന ഷക്ക് റൈബ് എന്നത് മഹാ അപകടമായ രോഗമാണ്. ആ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കെട്ടുറപ്പുള്ള വിശ്വാസത്തിൽ നിന്നിട്ട് വിടവാങ്ങേണ്ടി വരും, നമുക്ക് അപകടത്തിലേക്ക് എത്തേണ്ടി വരും, അവസാനം നരകത്തിലേക്ക് നമ്മെ തെളിക്കുന്നതാണ്. ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വലാ യസ്തഖിഫന്നക അല്ലദീന ലാ യുഖിനൂൻ എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവരാണ് പലരെയും ഇങ്ങനെയുള്ളതായ ഷക്കിലേക്കും അതുപോലെ തന്നെ ശുബ്ഹാത്തുകളിലേക്കും ജനങ്ങളെ നയിക്കുക എന്ന് മാത്രമല്ല, ഇന്നാളെ കണ്ടാൽ, ഇന്ന ഖബറിലേക്ക് പോയാൽ, ഇന്ന വലിയനോട് ചോദിച്ചാൽ, ഇന്ന ജിന്നിനോട് ചോദിച്ചാൽ, ഇന്ന ജിന്നാണെന്ന് പറയുന്ന വ്യക്തിയെടുത്ത് പോയിട്ട് അവരോട് പ്രശ്നം പറഞ്ഞാൽ, ഇന്ന കണക്കപ്പള്ളിയിലേക്ക് ചെന്നാൽ അവിടെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നതായ രൂപത്തിലുള്ള ചിന്താഗതികളും പൈശാചിക വഹികളും നൽകൽ ആരാണ്? അള്ളാഹു വിശ്വാസമില്ലാത്തവരാണ്. അങ്ങനെയുള്ള യഖീനില്ലാത്തതായ വിഭാഗത്തിന്റെ ബേക്കിൽ കൂടാതെയും അങ്ങനെയുള്ളതായ യഖീനുകൾ നഷ്ടപ്പെട്ടു പോകുന്നതായ രൂപത്തിലുള്ള ചിന്താഗതികൾ നാം ഒഴിവാക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി നാം പാടുപെടുകയും കൃത്യമായിട്ട് അള്ളാഹ് പറഞ്ഞതായ രൂപത്തിലുള്ളതായ യഖീൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നാം സദാ പാടുപെട്ടുകൊണ്ടിരിക്കേണ്ടതുമാണ്. അത് നമ്മുടെ നിധിയാണ്, അത് നമ്മുടെ നേട്ടമാണ്, അത് നമ്മുടെ ഇഹലോക പരലോക സമ്പാദ്യമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഇന്ന് ഡോക്ടർ അബ്ദുൽ ബാരിസ് സുബൈത്തി മദീനയിൽ സംസാരിച്ചതായ വിഷയം അത് നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്ക് അത് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നതായ, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായ, എപ്പോഴും തുറിച്ചു കാണുന്നതായ ഒരു വിഷയത്തിലേക്കാണ് നമ്മുടെ മുസ്ലിം ലോകത്തിന്റെ ശ്രദ്ധയെ അദ്ദേഹം ക്ഷണിച്ചത്. അതെന്താണ്? എല്ലാവർക്കും കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കേണ്ടതുപോലെ കൊടുക്കുക. അത് ഇസ്ലാം കൽപ്പിച്ചതായ ബാധ്യതയാണ്. അത് നമ്മുടെ വ്യക്തിപരമായ ഹക്കുകളാവട്ടെ, ഭാര്യമാരുടെ ഹക്കുകളാവട്ടെ, ഭർത്താക്കന്മാരുടെ ഹക്കുകളാവട്ടെ, വഴിയിലുള്ളതായ ഹക്കുകളാവട്ടെ, മനുഷ്യന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതായ ഹക്കുകളാവട്ടെ, അങ്ങനെ പല പല ഹക്കുകളുണ്ട്. ആ ഹുക്കൂക്കുകളെല്ലാം കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശരി കേൾക്കുക. ഇയ്യാകും വൽ ജുലൂസ ഫി തുർഖാത്ത്, നിങ്ങൾ വഴിയിലിരിക്കരുത്, നിങ്ങൾ റോട്ടിൽ കറങ്ങരുത്, നിങ്ങൾ പട്ടണത്തിൽ കറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന സദസ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് നിങ്ങൾക്ക്? റസൂൽ സഹാബാക്കൾ ചോദിച്ചു, അങ്ങനെ ഞങ്ങൾക്ക് പട്ടണത്തിൽ പോകാതിരിക്കാൻ സാധിക്കുമോ? റോട്ടിൽ കറങ്ങാതിരിക്കാൻ സാധിക്കുമോ? ജനങ്ങളോട് കൂടിയിരിക്കാൻ സാധിക്കുമോ? ഞങ്ങൾ ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യണമല്ലോ, വ്യാപാരം നടത്തണമല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ അഥവാ അങ്ങനെ പോകൽ നിർബന്ധമാണ് എങ്കിൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്താണത്? അതുത്തരീഖ ഹഖ്ഖ, ആ തരീഖിന്, ആ വഴിയിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കേണ്ട അവകാശം നിങ്ങൾ നൽകുക. വഴിയിലിരിക്കുന്ന വഴിക്കൊരു അവകാശമുണ്ട്. അതെന്താണ്? അത് റസൂലുള്ളാഹി പറയുന്നു, ഗദ്ദുൽ ബസർ, ആദ്യമായിട്ട് നീ കണ്ണടക്കുക, അഥവാ ഹറാമായ കാഴ്ചകൾ, ഹറാമായ നോട്ടങ്ങൾ നോക്കാതിരിക്കുക. അന്യ സ്ത്രീകളെ അന്യ പുരുഷന്മാരെ വികാരത്തോടു കൂടെയുള്ള നോട്ടം സ്ത്രീകൾ, അങ്ങനെ നോക്കാൻ പാടില്ലാത്തതായ കാര്യങ്ങളൊന്നും നോക്കാതിരിക്കുക. അപ്രകാരം തന്നെ ഒക്കഫുൽ അതാ, ജനങ്ങളെ ഇടങ്ങേറാക്കാതിരിക്കുക, ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കുക. ജനങ്ങളെ ദ്രോഹിക്കുന്നതായ എന്തും നിന്റെ വാക്കിലോ നിന്റെ പ്രവൃത്തിയിലോ നിന്റെ നോട്ടത്തിലോ ഒന്നും തന്നെ ഉണ്ടാവാതിരിക്കുക. ഒറദ്ദുസ്സലാം, അതുപോലെ തന്നെ സലാം പറഞ്ഞവർക്ക് സലാം അടക്കുക, അല്ലെങ്കിൽ നീ സലാം പറയുക. അതൊക്കെ നമ്മുടെ ബാധ്യതകളിൽ പെട്ടതാണല്ലോ മറ്റു ഹദീസുകളുടെ സഹായത്തോടു കൂടി. അതുപോലെ തന്നെ വൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക. ഇതൊക്കെ വഴിയുടെ അവകാശമാണ്. വഴിയിൽ നാം ചെല്ലുമ്പോൾ, പട്ടണത്തിൽ നാം കറങ്ങുമ്പോൾ ഈ അവകാശങ്ങളൊക്കെ നാം നിറവേറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്തോളിരുന്ന് റസൂലുള്ളാഹി അനുവദിച്ചതുപോലെ മദീന ഇമാം നമ്മെ ക്ഷണിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വഴി എന്ന് റസൂൽ പറഞ്ഞതായ ആ അവകാശം, ഓരോ വ്യക്തികൾക്കുള്ള അവകാശം, അത് സോഷ്യൽ മീഡിയയിൽ കടക്കുന്നതായ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായ ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ഇപ്പോൾ നമ്മുടെ വഴിയേക്കാൾ കൂടുതൽ, നമ്മുടെ പട്ടണത്തേക്കാൾ കൂടുതൽ, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ കൂടെയുള്ളതായ മൊബൈൽ കൂടി നാം സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മുടെ വഴിയായി മാറിയിരിക്കുകയാണ്. ആ വഴിയിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെയും എല്ലാ അവകാശവും നിറവേറ്റേണ്ടതുപോലെ നിറവേറ്റേണ്ടതുണ്ട്. അതിലൊരു വീഴ്ചയും വരുത്താൻ പാടുള്ളതല്ല. കാരണം നമ്മുടെ അഖീദയെ കിളിക്കുന്ന, അതിനെ കോട്ടം തട്ടുന്ന രൂപത്തിലുള്ളതായ കാഴ്ചകൾ നാം കാണാൻ സാധ്യതയുണ്ട്, കേൾവികൾ നാം കേൾക്കാൻ സാധ്യതയുണ്ട്, ലേഖനങ്ങൾ നമുക്ക് വായിക്കാൻ സാധ്യതയുണ്ട്, ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഈമാനിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതായ എല്ലാ മാധ്യമങ്ങളും ഉണ്ടാക്കിയിട്ട് അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കാൻ, കണ്ണിനെ സൂക്ഷിക്കാൻ, നാവിനെ
നാവിനെ സൂക്ഷിക്കാൻ, കൈയിനെ സൂക്ഷിക്കാൻ എല്ലാം നാം പാടുപെടണം. നാം സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ആധുനിക മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, വാട്സപ്പ് ആവട്ടെ അല്ലാത്തതാവട്ടെ, എല്ലാറ്റിലുമായിട്ടുള്ളതായ ആ ബന്ധം പുലർത്തുന്ന സന്ദർഭത്തിൽ അത് പണ്ട് റസൂൽ പറഞ്ഞതായ കാലഘട്ടങ്ങളിൽ ഇല്ലാത്തതായ വഴികളാണ്, പുതിയ റൂട്ടുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തുറക്കപ്പെട്ടിട്ടുള്ളത്. ആ തുറക്കപ്പെട്ടതായ പുതിയ റൂട്ടിൽ വരുന്നതായ അതേ റസൂൽ കൽപ്പിച്ചതായ ആ ബാധ്യതകൾ, ആ നിർബന്ധ ചുമതലകൾ നാം ഇവിടെയും നടപ്പാക്കേണ്ടതാണ്. നാം പറയേണ്ടതേ പറയാവൂ, എഴുതേണ്ടതേ എഴുതാവൂ, കാണേണ്ടതേ കാണാവൂ, കേൾക്കേണ്ടതേ കേൾക്കാവൂ. ഇല്ലെങ്കിൽ നാം അപകടത്തിൽപ്പെടും. ഈ കാഴ്ചയിലൂടെ, ഈ കേൾവിയിലൂടെ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിന്റെ കാത്, നിന്റെ കേൾവി, വൽ ബസറ നിന്റെ കാഴ്ച, വൽ ഫുആദ നിന്റെ ഹൃദയം, നീ വാട്സാപ്പിൽ കൂടി അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി നീ കാണുന്ന കാഴ്ച കൊണ്ട് നീ എന്തുദ്ദേശിക്കുന്നു എന്നത് അള്ളാഹ്ക്ക് അറിയാമല്ലോ. നിന്റെ ഹൃദയത്തിൽ വറച്ചു വെക്കുന്നത് അള്ളാഹ് അറിയുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. മനുഷ്യന്റെ കണ്ണ് വഞ്ചിക്കുന്ന വശീകരണത്തിന്റെ കണ്ണിന്റെ ബേക്കൽ മാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിൽ മറച്ചു വെക്കുന്നതായ ആ രഹസ്യം വരെ അറിയുന്നവനാണല്ലോ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു. അങ്ങനെയുള്ളതായ ആ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നിന്റെ എല്ലാ അവയവങ്ങളെ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രതിനിധികളായ മലക്കുകൾ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, ആ മഹാത്മാക്കളായ ആ മലക്കുകൾ നാം ചെയ്യുന്നതിനെ കുറിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, മക്ക ഇമാം പറഞ്ഞതായ ആ യഖീൻ നിനക്കുണ്ടായി കഴിഞ്ഞാൽ നീ ഈ മാധ്യമങ്ങളെ ഇസ്ലാമീകരിക്കാൻ, നീ കടക്കുന്ന സന്ദർഭത്തിൽ അതിനെ ഇസ്ലാമീകരിക്കുക, നീ കടക്കുന്ന ഗ്രൂപ്പുകളിൽ അതിനെ ഇസ്ലാമീകരിക്കുക. നിന്നാൽ കഴിയുന്ന രൂപത്തിൽ നീ പണ്ഡിതനാണെങ്കിൽ, നീ പ്രബോധകനാണെങ്കിൽ, നീ എഴുത്തുകാരനാണെങ്കിൽ, നീ തത്വചിന്തകനാണെങ്കിൽ അതെല്ലാം ഇസ്ലാമീകരിക്കാൻ വേണ്ടി പാടുപെടുക. അള്ളാഹുവിന്റെ ഒരു നിഅമത്താണിത്. അള്ളാഹു നിഅമത്തുകളെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ നിഅമത്ത് വർദ്ധിക്കുമ്പോഴെല്ലാം വമാ ബികും മിൻ നിഅമത്തിൻ ഫബിനല്ലാഹ് എന്ന് നാം സാധാരണ കേട്ട ആയത്താണല്ലോ. നിങ്ങളിലുള്ള സർവ്വ നിഅമത്തും അള്ളാഹുവിൽ നിന്നിട്ടുള്ളതാണ്. ആ നിഅമത്തിനെ കുറിച്ച് പരലോകത്തിൽ വെച്ചിട്ട് അള്ളാഹ് ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിൽപ്പെട്ടതാണ് പരലോകത്തിൽ നിഅമത്തുകളെ കുറിച്ച്. ഈ നിഅമത്തിനെ കുറിച്ച് ചോദിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ലോകത്തോട് റസൂലുള്ളാഹി വിട വാങ്ങുന്നതായ ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞതായ ഭാഗം ഇന്ന് മദീന ഇമാം സൂചിപ്പിച്ചതായി കാണാം, അല്ലെങ്കിൽ വിശദീകരിച്ചായിട്ട് കാണാം. അല ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും അലൈക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ ഭാഗം തീർച്ചയായിട്ടും അത് നമുക്ക് പാഠമാണ്. എന്തുകൊണ്ട് നാം നമ്മുടെ വാട്സാപ്പിൽ കൂടി, നമ്മുടെ ആധുനിക മാധ്യമങ്ങളിൽ കൂടി നാം കിടക്കുന്ന സന്ദർഭത്തിൽ നാം മനുഷ്യന്മാരുടെ ചോരയെ പിച്ചു ചീന്താൻ ചിലപ്പോൾ അത് കാരണമായി തീരും. ചിലപ്പോൾ ഒരു വാക്കിലൂടെ ഒരാളെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒരു തത്വത്തിലൂടെ ഒരാൾ നശിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദിമാഅക്കും അംവാലക്കും സമ്പത്തിൽ കോട്ടം തട്ടാൻ സാധ്യതയുണ്ട്. നിന്റെ ഈ ആധുനിക മാധ്യമങ്ങളിൽ കൂടി നീ അത് ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ആ സമ്പത്തിനെ, മുസ്ലിങ്ങളുടെ സമ്പത്തിനെ രക്ഷിക്കണം, ദിമാനെ രക്ഷിക്കണം. അറാൽ അതാണ് ഏറ്റവും മുഖ്യം. അറാൽ അഭിമാനങ്ങൾ, പല വീടുകളുടെ അഭിമാനങ്ങൾ, പല ജനങ്ങളുടെ അഭിമാനങ്ങൾ, പല സഹോദരിമാരുടെ അഭിമാനങ്ങൾ, പല മനുഷ്യന്മാരുടെ അഭിമാനങ്ങൾ, അതെല്ലാം ഈ മാധ്യമങ്ങളിലൂടെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കണം. അതിലൂടെ ഇപ്പോൾ അപകടത്തിൽപ്പെടുന്നതായ മേഖലകൾ അത് ഏറ്റവും കൂടുതൽ നാം കാണുന്നത് ആധുനിക മാധ്യമങ്ങളിൽ കൂടിയാണ്. നമ്മുടെ ടൈം അവസാനിച്ചു വരികയാണ്. മദീന ഇമാം അവസാനം പറഞ്ഞതുപോലെ ഈ മാധ്യമങ്ങളിലൂടെ സംഭവിക്കുന്നത് വീട്ടിലുള്ളതായ രഹസ്യങ്ങളെല്ലാം പരസ്യപ്പെടുകയാണ്. വീട്ടിലുള്ളതായ ഒരു വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മുബാഹായ കാര്യമായിരിക്കാം. ആ ഭക്ഷണം അവര് മറ്റു വീടുകളിലേക്ക് എത്തിക്കുന്നു, അഥവാ ഫോട്ടോസുകൾ. അതുപോലെ തന്നെ ആ വീട്ടിലുള്ളതായ വസ്ത്രധാരണങ്ങൾ അത് മറ്റു വീടുകളിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ളതായ സ്ത്രീകളുടെ ഫോട്ടോസുകൾ മറ്റു വീടുകളിലേക്ക് എത്തുന്നു, മറ്റു പുരുഷന്മാരിലേക്ക് എത്തുന്നു, മറ്റ് അന്യ പുരുഷന്മാരിലേക്ക് എത്തുന്നു. അപ്പോൾ കാണാൻ പാടില്ലാത്തവർ കാണാൻ പാടില്ലാത്തതിനെ കാണുന്നു ഈ മാധ്യമങ്ങളിലൂടെ. അങ്ങനെ പല പല അപകടത്തിൽപ്പെടുന്നതായ ഈ ആധുനിക മാധ്യമങ്ങൾ അത് ഇസ്ലാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിനെ ഇസ്ലാമീകരിക്കാൻ വേണ്ടി നാം പാടുപെടുമ്പോൾ റസൂലുള്ളാഹിയുടെ കൽപ്പന നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടതാണ്. ഇന്ന ദിമാഅക്കും അംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം. നിങ്ങളുടെ അഭിമാനങ്ങൾ നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ്. ഏതുപോലെ ഈ ദിവസം പവിത്രതയുള്ള ദിവസമായതുപോലെ, ഈ മാസം പവിത്രതയുള്ള മാസമായതുപോലെ, ഈ നാട് പവിത്രതയുള്ള നാടായതുപോലെ അള്ളാഹു പവിത്രതയുള്ളതാക്കി മാറ്റിയതാണ് നിങ്ങളുടെ അഭിമാനത്തെ. അത് നിങ്ങൾ പിഞ്ചി ചിന്താൻ പാടില്ല എന്ന് ഹജ്ജത്തുൽ വദാഇലുള്ള പ്രസംഗത്തിൽ മുത്തഫഖുൻ അലൈഹി ഹദീസിന്റെ ചില ഭാഗമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. അത് ആ അസ്റാറുകളെയൊക്കെ വ്യാപകമാക്കാതെ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതായ ഈ അസ്റാറ് മനുഷ്യന്മാർക്ക്
ഉണ്ടാകുന്നതായ പ്രൈവറ്റായ ചില പ്രശ്നങ്ങളുണ്ട്. അത് ജനങ്ങൾ അറിയേണ്ടതില്ല, അറിയാൻ പാടുള്ളതുമല്ല. അതൊക്കെ ഇപ്പോൾ അറിഞ്ഞിട്ടോ അറിയാതെയോ വ്യാപകമാക്കുകയാണ്. നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ കുട്ടികൾ, നിന്റെ മക്കൾ, നിന്റെ പെൺമക്കൾ, നിന്റെ ആൺമക്കൾ, നിന്റെ വീട്ടുകാർ ഇതെല്ലാം വ്യാപകമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെയെല്ലാം നാം മതഭക്തിയുള്ള ആളായി മാറാൻ മനുഷ്യൻ അവന്റെ ദീനിനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കാൻ സാധിക്കുന്നതാണ്. അവൻ ദീനിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ ജീവിത ചുറ്റുപാട് ആസകലം ഇസ്ലാമീകരിക്കാൻ അവൻ അതിലൂടെ സാധിക്കുന്നതാണ്. അവന്റെ ജീവിതത്തിൽ വന്നു പോകാനുള്ളതായ സാധ്യതയുള്ളതായ അപകടങ്ങളൊക്കെ സംരക്ഷിക്കാൻ ദീനാണ് അവനെ കൺട്രോൾ ചെയ്യുക, ദീനാണ് അവനെ സംരക്ഷിക്കുക. അപ്പോൾ ദീനുള്ള ആളായി മാറുകയാണെങ്കിൽ അള്ളാഹു പറഞ്ഞ ഖുർആനിൽ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ പറഞ്ഞതായ ആ ഭാഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിലും നമ്മുടെ കുട്ടികളുടെ മുമ്പിലും നമ്മുടെ സന്താനങ്ങളുടെ മുമ്പിലും ചെറുപ്പത്തിലേ ഉണ്ടാക്കുകയും അത് ട്രെയിനിങ് നൽകുകയും അതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് ഈ ആധുനിക മാധ്യമങ്ങളിൽ കൂടി ഉണ്ടാകുന്നതായ അപകടത്തിൽ മോചിപ്പിക്കാൻ ഒന്നിരിക്കലോ ആ മാധ്യമങ്ങൾ അവരിലേക്ക് കൊടുക്കാതെ ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ വയസ്സും പ്രായവുമായിട്ട് കാര്യങ്ങളൊക്കെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുന്ന കാലഘട്ടങ്ങളിൽ മാത്രം അവർക്ക് യൂട്യൂബ് ഒക്കെ തുറന്നു കൊടുത്താൽ മതി. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കണം അതിനു മുമ്പ് തന്നെ അതിലുള്ളതായ വിപത്തുകൾ എന്തൊക്കെയാണ് എന്നതൊക്കെ. ഇതൊക്കെ മദീന ഇമാം എന്ന് പറഞ്ഞതായ കാര്യങ്ങളിൽ നിന്നിട്ടുള്ളതായ ചില ഭാഗങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ അഭിമാന സംരക്ഷണം പോലെ തന്നെ ഈ ആധുനിക മാധ്യമങ്ങളിൽ കൂടി വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വന്നുകൊണ്ടേ ഇരിക്കുന്ന അപകടങ്ങളിൽപ്പെട്ടതാണ് അസബിയാത്തുകളും കൗമിയാത്തുകളും വ്യാപകമാകുന്നു. ഷുഊബുകളുടെ ഇടയിൽ അവൻ ബംഗാളി, അവൻ ഇന്ന നാട്ടുകാരൻ, അവൻ ഇന്ന ദേശക്കാരൻ, അതില്ല. മക്കയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ചിട്ട് പ്രസംഗിച്ചപ്പോൾ തന്നെ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ അബിയള അലാ അസ്വദ ഇല്ലാ ബിത്തഖ്വാ. ഒരു അറബിക്ക് അനറബിയേക്കാൾ, അതുപോലെ തന്നെ ഒരു വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ചേഞ്ചും ഇസ്ലാമിലില്ല. കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാം ആദമിന്റെ സന്തതികളാണ്. വാദമു മിന തുറാബ്, ആദമിന്റെ ഉത്ഭവം മണ്ണിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിമാനം പറയാനുള്ളതായ ഒരു അവകാശവുമില്ല എന്തിലൂടെയല്ലാതെ തഖ്വയിലൂടെയല്ലാതെ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്ക് ഇവിടെ ശ്രദ്ധേയമാണ്. അള്ളാഹുവിന്റെ കലാമ് ഇവിടെ അതിനേക്കാളും കൂടുതൽ ശ്രദ്ധേയമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടതായ ഏറ്റവും മാന്യരായി മാറാൻ അർഹപ്പെട്ടവരാരാണ്, അക്രമാരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ആൾ. അത് കറുത്തിരണ്ടതായ ആഫ്രിക്കക്കാരനായിരുന്നാലും അല്ലെങ്കിൽ വെളുത്ത് തിളക്കുന്നതായ യൂറോപ്പുകാരനായിരുന്നാലും അതിനൊന്നൊരു ചേഞ്ച് ഇസ്ലാമിലില്ല. എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപോലെയാണ്. എന്തിലൊഴിച്ച്? തഖ്വയിലൊഴിച്ച്. തഖ്വ നിങ്ങളെ അള്ളാഹുവിന്റെ അടുക്കൽ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതായ ഒന്നാണ്. ആ നീഗ്രോ ആയി ജീവിച്ചതായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം നീഗ്രോ ആയതോട് കൂടി തന്നെ ഖുറൈശികളുടെ നേതൃത്വം വഹിക്കുന്നതായ ആ വിശുദ്ധ കഅബയുടെ മീതെ കയറിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാനുള്ളതായ അഭിമാനത്തോടു കൂടി പറയാനുള്ളതായ ആ ബഹുമതി അദ്ദേഹത്തിന് ഇസ്ലാം നൽകി കൊടുത്തു, ഈ വിശുദ്ധ മതം നൽകി കൊടുത്തു. അപ്പോൾ അവിടെ ചേഞ്ച് എന്തിനാണ് കാണുക? തഖ്വയിൽ കൂടി മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ പുതിയ വഴിയാകുന്ന ഈ സോഷ്യൽ മീഡിയം എന്ന പേരിൽ നാം പരിചയപ്പെടുന്നതായ ആധുനിക മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്നതായ അപകടത്തിൽപ്പെട്ടതാണ്. മദീന ഇമാം പറയുന്നു ഇഖ്തിലാത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാര് അന്യ പുരുഷന്മാര് അങ്ങുമിങ്ങും ഇടകലരുക, അങ്ങുമിങ്ങും പറയാൻ പാടില്ലാത്തത്, ചെയ്യാൻ പാടില്ലാത്തത്, ചെല്ലാൻ പാടില്ലാത്തത്, കൈമാറാൻ പാടില്ലാത്തത് അതൊക്കെ കൈമാറിക്കൊണ്ടേ ഇരിക്കുക. അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നതായ അപകടത്തിൽപ്പെട്ടതാണ്. അത് അങ്ങനെയുള്ളതായ അപകടങ്ങളിലൂടെ ലിയഹ്മിലു ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ വമിൻ ഔസാരിൽ ലദീന യുദല്ലുനഹും ബിഗൈരി ഇൽം അലാ സാഅ മാ യസിറൂൻ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അവർ ചെയ്ത തെറ്റ് മാത്രമല്ല, അവർ ചെയ്തതായ തെറ്റിനെ കണ്ടിട്ട് മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ ആ തെറ്റുകളെയും ഈ ആദ്യം തെറ്റ് ചെയ്തവൻ പേറേണ്ടി വരും. കാരണം അതിന് കാരണക്കാരൻ ഇവനാണ്, ആ തെറ്റ് മറ്റവൻ ചെയ്യാൻ കാരണക്കാരൻ ഇവനാണ്. അപ്പോൾ ആധുനിക മാധ്യമങ്ങളിൽ കൂടി നാം വല്ല തെറ്റും ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചാൽ, തെറ്റ് പ്രചരിപ്പിച്ചാൽ, തെറ്റ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ, തെറ്റായ മാർഗങ്ങൾ പ്രചരിപ്പിച്ചാൽ അതിന്റെ തെറ്റ് നിനക്ക് വന്നുകൊണ്ടേയിരിക്കും, നിന്നിൽ എത്തിക്കൊണ്ടേയിരിക്കും. അത് പണ്ട് കാലഘട്ടങ്ങളിൽ കുറച്ച് 10 ആളോ 20 ആളോ ആയിരിക്കും. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ലക്ഷങ്ങൾ കോടിക്കണക്കിൽ ആൾക്കാര് പല മാധ്യമങ്ങളിൽ കൂടി ലോകവ്യാപകമാകുന്നതായ കാലമാണ്. അതുപോലെ തന്നെ ഈ ആധുനിക മാധ്യമങ്ങൾ
മാധ്യമങ്ങൾ നമുക്ക് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കാനുള്ളതായ വലിയൊരു കാരണമാണ്. അതുകൂടി ശ്രദ്ധിക്കണമെന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. ഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി എന്ന അല്ലാഹു ഖുർആൻ പറഞ്ഞതായ ആയത്ത് ജീവിതത്തിൽ പകർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഈ ആധുനിക മാധ്യമങ്ങളിലൂടെ. നിങ്ങളുടെ ടൈമിനെ വേസ്റ്റ് ആക്കുന്ന രൂപത്തിലുള്ളതായ വേണ്ടാത്തതായ ചർച്ചകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായിട്ട് കണ്ടാൽ ആ സദസ്സിൽ നിന്നിട്ട് നിങ്ങൾ പിന്മാറിക്കളയുക എന്ന് അല്ലാഹു കൽപ്പിക്കുന്ന കൽപ്പന ഏറ്റവും കൂടുതൽ ഫിറ്റാക്കാൻ പറ്റുന്ന യുഗം ഇന്നത്തെ യുഗമാണ്. അതുകൊണ്ട് പരാക്രമികളായ അങ്ങനെയുള്ളതായ തത്വങ്ങൾ പേറി നടക്കുന്ന ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്ന വിഭാഗത്തിന്റെ കൂടെ നിനക്ക് അവരെ നന്നാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിനക്ക് അവരോട് പെരുമാറേണ്ടതുപോലെ പെരുമാറാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതുപോലെ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവരുടെ അപകടത്തിൽ നീ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നീ അവരിൽ നിന്നിട്ട് അക്രമികളിൽ നിന്നിട്ട് പരാക്രമികളിൽ നിന്നിട്ട് നീ പിന്മാറുക, അവരുടെ കൂടെ നീ പിന്നെ ഇരിക്കരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നതായ ഭാഗങ്ങളൊക്കെ ഇങ്ങനെയുള്ളതായ യുഗത്തിലും നടപ്പാക്കാൻ പറ്റുന്നതായ ഒന്നാണ്. അതുകൊണ്ട് അവസാനമായിട്ട് മദീന ഇമാം ഉണർത്തിയതായ ഭാഗത്തെ ഞാൻ എന്റെ സംസാരത്തിന് അവസാനത്തിൽ ഉണർത്തുകയാണ്. അതേതാണ്? നാം ഇന്നത്തെ ആധുനിക മാധ്യമങ്ങൾ അത് അപകടത്തിൽ നിന്നിട്ട് അപകടത്തിലേക്ക് എത്തൽ ദൈനംദിനം ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പല പല കളവുകൾ, ഇസ്ലാമിന്റെ പേരിൽ വിദ്അത്തുകൾ പ്രചരണങ്ങൾ, അനിസ്ലാമിക തത്വങ്ങൾ പ്രചരണങ്ങൾ, ശിർക്കൻ തത്വങ്ങൾ പ്രചരണങ്ങൾ, ഇതൊക്കെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് അതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇന്ന് ഷെയ്ഖ് അങ്ങനെ പറഞ്ഞു, ഇന്ന് ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഷെയ്ഖന്മാർ പറയാത്ത അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നതൊക്കെ നാം ദൈനംദിനം കാണുന്നതായ അപകടങ്ങളാണ്, കാണുന്നതായ നാടകങ്ങളാണ്. ആ നാടകങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളതായ മാധ്യമം, അതിനുള്ളതായ പോൺ വഴി എന്താണ്? നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ നിർത്തിയെടുത്ത് നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അപകട രീതിയെ കുറിച്ച് പരലോകത്തിലേക്ക് എത്തുമ്പോൾ വരാൻ പോകുന്നതായ ബർസഖിൽ തന്നെ വരാൻ പോകുന്നതായ അപകടത്തെ കുറിച്ച് കിരാവ് കണ്ടതായിട്ട് പറഞ്ഞതായ സന്ദർഭത്തിൽ ഞാൻ ഒരു വിഭാഗത്തെ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് കണ്ടു. അവരെ ശിക്ഷിക്കപ്പെടുന്ന രൂപം തന്നെ അവരുടെ മുഖം, നാവ്, മൂക്ക്, കവിളിത്തണം ഇതെല്ലാം ബേക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്ന രൂപത്തിൽ അവരെ കൊളത്തിട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ്. അവരെ ഇരുമ്പിന്റെ ചങ്ങലയോ കൊളത്തോ ഇട്ടുകൊണ്ട് അവർ വലിച്ച് ബേക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. കിനാവിൽ കണ്ടതാണ്. അങ്ങനെ ആ ഹദീസിന്റെ സമാപനത്തിൽ കളവ് പ്രചരിപ്പിക്കുന്ന ആളാണ് എന്നതാണ് അവരുടെ പ്രത്യേകത. അത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് എന്നല്ലാതെ ഡിന്നറല്ല. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കിനാവിൽ കണ്ടത് അത് ചിലപ്പോൾ എന്തായിരിക്കാം, അത് ബർസഖിയ ലോകത്തുള്ള ശിക്ഷയായിരിക്കാം, അല്ലാഹു അലം. ഏതായാലും ഇത് കേൾക്കുമ്പോൾ നാം പാഠം പഠിക്കേണ്ടതുണ്ട്. കളവിലൂടെ വരുന്നതായ അപകടം എത്ര വലുതാണ്, അള്ളാഹ്ക്ക് എത്ര ദേഷ്യമാണ് കളവ് പറയുന്നവരോട്. അതുകൊണ്ട് തന്നെ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന സന്ദർഭത്തിൽ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളവ് പറയുമ്പോൾ ഒന്നൊരിക്കലോ 10 ആൾ 20 ആൾ കേൾക്കലായിരിക്കും. ഇപ്പോൾ അങ്ങനെ ഹദീസിന്റെ സമാപനത്തിൽ, മദീന ഇമാമിന്റെ ഖുതുബയുടെ സമാപനത്തിൽ അദ്ദേഹം പറഞ്ഞതായ ഭാഗമാണ് കളവ് പറയും തബ്ലുഗുൽ ആഫാഖ്. ആ സമയത്ത് തന്നെ അത് ലോകവ്യാപകമാകും. അങ്ങനെയുള്ള കളവുകൾ റസൂലുള്ളാഹിന്റെ കാലത്തിൽ നടക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ അത് റസൂലുള്ളാഹിന്റെ ഇജാസിൽപ്പെട്ടതാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹ് അറിയിച്ചതനുസരിച്ച് റസൂലുള്ളാഹ് പറയുക എന്നത്. അപ്പോൾ വരാൻ പോകുന്ന ഇങ്ങനെയുള്ള യുഗത്തിൽ വാട്സാപ്പിൽ കൂടി, നെറ്റിൽ കൂടി, അതുപോലെ തന്നെ ആധുനിക മാധ്യമങ്ങളിൽ കൂടി, സോഷ്യൽ മീഡിയയിൽ കൂടി നാം പറയുന്ന സന്ദർഭത്തിൽ അത് ലോകവ്യാപകമാകുന്നു എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കള്ളപ്രചരണം ഇന്നലെയും മിനിയാന്നുമായിട്ട് പെട്ടെന്ന് മസ്ജിദ് നബവിയുടെ ഖിബലയുടെ ഭാഗത്തുള്ളതായ ഒരു വാതിലിനെ കുറിച്ച് അത് 1400 കൊല്ലം പഴക്കമുണ്ട് എന്നതായ ഒരു പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചു. അത് ഏകദേശം കുറെ മാസങ്ങൾക്ക് മുമ്പ് പ്രചരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കേരളത്തിൽ നിന്നിട്ട് എനിക്ക് വന്നിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ അത് വളരെ കൂടുതൽ വ്യാപകമായിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ലോകവ്യാപകമായിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ഭാഷയിലും വ്യാപകമായിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു ഉദാഹരണത്തിന് അതുപോലെയുള്ളതായ കളവുകൾ, ലോകവ്യാപകമാകുന്നതായ കളവുകൾ, അതിനുള്ളതായ ശിക്ഷയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് കേൾപ്പിച്ചത്. കിനാവിൽ കണ്ടതായിട്ട് അവരുടെ നാവിനെ ബാക്കിലേക്ക് വലിച്ചെടുക്കും. എന്തിലൂടെ? കല്ലൂബിലൂടെ. കല്ലൂബ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കുളത്ത്. ആ ഇരുമ്പ് കുളത്ത് വലിച്ചിട്ട് ബാക്കിലേക്ക് വലിക്കുമെന്നാണ്. അങ്ങനെ വലിക്കും, വീണ്ടും മടങ്ങും, വീണ്ടും വലിക്കും, വീണ്ടും മടങ്ങും. അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നതായ മഹാ അപകടം റസൂലുള്ളാഹി കണ്ടതായിട്ട് ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി നമുക്ക് വാണിംഗ് നൽകിയതായ വാർത്തയും മദീനത്തെ ഇമാമ് അവരുടെ പ്രസംഗത്തിന്റെ സമാപനത്തിൽ പറഞ്ഞതായിട്ട് കാണാം. ഇതെല്ലാം നാം കേൾക്കുന്ന സന്ദർഭത്തിൽ നാം നമ്മുടെ നാവിനെ, നമ്മുടെ കണ്ണിനെ, നമ്മുടെ കൈയിനെ നാം ഉപയോഗിക്കുന്നതായ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ സൂക്ഷിക്കണം. ആ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ സൂക്ഷിക്കണം. ഇതിനെക്കുറിച്ച് എല്ലാം അല്ലാഹു ചോദിക്കും. നമ്മുടെ ടൈം വളരെ കൂടുതൽ അതിലൂടെ ചിലപ്പോൾ വേസ്റ്റ് ആകുന്നുണ്ടായിരിക്കും. ആ ടൈം ഉപയോഗപ്രദമായതായി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ സാധനം തന്നെ ഒഴിവാക്കണം.
ഒഴിവാക്കണം. ആ സാധനം തന്നെ ഉപയോഗിക്കുന്നത് നിർത്തണം. നമ്മുടെ കുട്ടികളെ തൊട്ടും നിർത്തണം. അങ്ങനെയാണെങ്കിൽ, അല്ലാത്ത പക്ഷം ഉപയോഗപ്രദമായ കാര്യങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കാത്ത യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനുവേണ്ടിയുള്ള രൂപങ്ങളൊക്കെ ഇസ്ലാം ഹലാലാക്കിയ സംഗതികൾ ഹലാലാണ്, അത് ഹറാമാണെന്ന് ഇസ്ലാം പറയുന്നില്ല. അത് ഹറാമാക്കാൻ നമുക്ക് അധികാരവുമില്ല. പക്ഷേ മുബാഹാത്തുകൾ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ഹറാം ഏതാണ്, നല്ലത് ഏതാണ്, വടക്ക് ഏതാണ്, ഖൈർ ഏതാണ്, ഷർ ഏതാണ് എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തന്റെ ഇടം, അതിനുള്ളതായ ഒരുക്കം, അതിനുള്ളതായ തയ്യാറെടുപ്പ്, അതിനുള്ളതായ മക്കായി മാം പറഞ്ഞതായ യഖീന് കെട്ടുറപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലുള്ള അപകടത്തിൽ നിന്നെല്ലാം മോചിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിനെ ഒരു സൽക്രമമായി അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ആധുനിക മാധ്യമങ്ങളെ നാം ഉപയോഗിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഉപയോഗിക്കാനുള്ളതായ എല്ലാ ചുറ്റുപാടും അന്തരീക്ഷവും നമുക്ക് അള്ളാഹു ഉണ്ടാക്കി തരുമാറാകട്ടെ. അതിലുണ്ടാകുന്നതായ അപകടത്തിൽ നിന്നിട്ട് നമ്മെയും നമ്മുടെ സമുദായത്തെയും നമ്മുടെ കുട്ടികളെയും സന്താനങ്ങളെയും അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു മോചിപ്പിക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من ارادنا واراد الاسلام والمسلمين واراد بلاد الحرمين واراد حكام وعلماء بلاد الحرمين سوءا اللهم فاشغله في نفسي واجعل تدميره يا سميع الدعاء. ഞങ്ങൾ എന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണ രക്ഷിതാവേ. ഞങ്ങൾ എന്നിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ നീ സുഖപ്പെടുത്തണ രക്ഷിതാവേ. ഞങ്ങൾക്ക് ഇണകളില്ലാത്തവർക്ക് ഉള്ളവർക്കുമെല്ലാം സാലിഹ്യങ്ങളായ ഇണകളെ നൽകണ രക്ഷിതാവേ. ഞങ്ങൾക്ക് സന്താനമില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണ രക്ഷിതാവേ. ഞങ്ങളുടെ എല്ലാവരുടെയും സന്താനങ്ങളെ സാലിഹ്യങ്ങളാക്കി മാറ്റണ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.